മഴുവന്നൂർ പഞ്ചായത്തിൽ നോർത്താംസിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളവും ഓണക്കളികളുമായി വിപുലമായ പരിപാടികളാണ് നടന്നത്. മഴുവന്നൂർ പഞ്ചായത്ത് 22-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന നോർത്താംസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ നിറഞ്ഞു നിന്ന പരിപാടിയിൽ വിവിധ പ്രായക്കാരായവർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി മനോഹരമായ ഓണപ്പൂക്കളവും ഒരുക്കി. തുടർന്ന് ആവേശകരമായ വിവിധ ഓണക്കളികളും മത്സരങ്ങളും അരങ്ങേറി. കസേരകളി, പിരമിഡ് നിർമ്മിക്കൽ തുടങ്ങി വ്യത്യസ്ത മത്സരങ്ങൾ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. മാക്സിമം ട്രൈ ചെയ്യാം. ആഘോഷ പരിപാടികൾ പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. പരസ്പര സൗഹൃദവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്നതിനായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഡയറക്ടർ സക്കറിയ അറിയിച്ചു. തൃപ്പൂണിത്തുറയാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. നോർത്താംസ് എന്ന് പറയുന്ന മാലിന്യ സംസ്കരണ കമ്പനിയുടെ ഓണാഘോഷമാണ് നമ്മളുടെ മഴുവന്നൂർ പഞ്ചായത്തിലുള്ള ചീനിക്കുഴിയിലുള്ള മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റിയിൽ വെച്ച് നടക്കുന്നത്. ഇത് നമ്മൾക്ക് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ഈ മാലിന്യ സംസ്കരണ പ്രക്രിയ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന 130ഓളം ടീം അംഗങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മളുടെ ടീമിൻ്റെ പ്രത്യേകത 90% സ്ത്രീകളാണ്. അത് പ്രത്യേകിച്ച് തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മളുടെ ഈ യൂണിറ്റുകളിലെല്ലാം ജോലി ചെയ്യുന്നത്. ഇവർക്കെല്ലാം ഈ മേഖലയിൽ പ്രത്യേക പരിചയമുള്ളവരായിരുന്നില്ല. ഇവരെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് ഒരു പുതിയ തൊഴിലവസരം സൃഷ്ടിച്ച് ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരു സ്വയം തൊഴിൽ എന്ന രൂപത്തിലാണ് ഈ യൂണിറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാം വലിച്ചെറിയുന്ന മാലിന്യത്തിന് ഒരു രണ്ടാമതൊരു ജീവിതം ഉണ്ടാകുന്ന ഒരു യൂണിറ്റാണ് ഇത്തരം യൂണിറ്റുകളെല്ലാം. അതുവഴി തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു തൊഴിലവസരവും വരുമാനമാർഗവും സുസ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഓണത്തിൻ്റെ ആ ഒരു ഐശ്വര്യവും നന്മയും ഒരുമിച്ച് ആഘോഷിക്കുന്ന സുദിനമാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. മാലിന്യം എന്ന് പറയുന്നതും മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് തെറ്റായ കാഴ്ചപ്പാടുള്ളതാണ്. മാലിന്യം എന്ന് പറഞ്ഞാൽ എവിടെയും വലിച്ചെറിഞ്ഞ് എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന രൂപത്തിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ മാലിന്യം എന്ന് പറയുന്നതിനെ ബഹുമാനത്തോടു കൂടി കൈകാര്യം ചെയ്യണമെന്നും അത് കൃത്യമായി തരംതിരിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മറ്റുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് സമൂഹത്തിനും അതേപോലെ തന്നെ പ്രകൃതിക്കും ദോഷമില്ലാതെ സംസ്കരിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് മാലിന്യം. ഈ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെങ്കിൽ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. വിവിധ തരം, ഇപ്പോൾ ഇന്ത്യയിലെ പുതിയ നിയമം അനുസരിച്ച് 4 തരമായി അതിനെ തരംതിരിക്കുകയും ജൈവമാലിന്യം, അജൈവമാലിന്യം, ബയോമെഡിക്കൽ മാലിന്യം എന്നും അതേപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി മാലിന്യം, അങ്ങനെ 4 കാറ്റഗറിയായി തരംതിരിച്ചു ഓരോ കാറ്റഗറിയിലുള്ള മാലിന്യത്തെയും അതിൽ നിന്ന് ഒരു എനർജി റിക്കവർ ചെയ്യുക, അതല്ലെങ്കിൽ ഇതിനെ റീസൈക്കിൾ ചെയ്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള പ്രക്രിയയാണ് ശാസ്ത്രീയമായി ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ അറിവുറവ് കൊണ്ടും ഈ വിഷയത്തിലുള്ള താല്പര്യക്കുറവ് കൊണ്ടും എല്ലാ മാലിന്യങ്ങളും കൂടെ ഒരുമിച്ചിടുന്നത് കൊണ്ട് ആണ് നമ്മളുടെ നാട്ടിൽ മാലിന്യ സംസ്കരണം ഗവൺമെൻറ് എത്ര ഇനിഷ്യേറ്റീവ് എടുത്താലും ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സാധിക്കാതെയും അത് വരുന്ന തലമുറയ്ക്കും സമൂഹത്തിനും പ്രകൃതിക്കും ദോഷമായി തീരുന്ന രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടക്കണമെങ്കിൽ ഓരോ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും അതേപോലെ തന്നെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ഉറവിടത്തിൽ തന്നെ തരംതിരിച്ചാൽ മാത്രമാണ് നമുക്ക് ശാസ്ത്രീയ മാലിന്യം സംസ്കരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു 2ാം ഘട്ട പ്രവർത്തനമാണ് നമ്മളുടെ യൂണിറ്റുകളിലൊക്കെ സംഭവിക്കുന്നത്. ഉറവിടത്തിൽ അജൈവ മാലിന്യങ്ങളെ തരംതിരിച്ച് അവിടെ നിന്ന് വരുന്ന അജൈവ മാലിന്യങ്ങളെ വീണ്ടും ഓരോ വിഭാഗമായി തരംതിരിച്ച് അതിനെ മറ്റു ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന റോ മെറ്റീരിയലാക്കി മാറ്റിവിടുകയാണ് യൂണിറ്റുകളിലൊക്കെ സംഭവിക്കുന്നത്. ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം വനിതകൾ ചുവട് വെച്ചു.
ഇൻചാർജ് ആവണി, HRN അഡ്മിൻ അഖില എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഓണത്തിന്റെ സന്ദേശമായ ഐക്യവും സമത്വവും പങ്കുവെച്ചുകൊണ്ട് നടന്ന ആഘോഷം ഉത്സവാന്തരീക്ഷം പകർന്നു നൽകി. ന്യൂസ് ബ്യൂറോ, മഴുവന്നൂർ.